സമസ്ത ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശ യാത്രയിൽ സഹകരിക്കാൻ ലീഗ് അനുകൂല വിഭാഗം. യാത്ര മലബാറിലേക്ക് പ്രവേശിക്കുന്നതോടെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിലെത്തും. നാസർ ഫൈസി കൂടത്തായി യാത്രയുടെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആയിരിക്കും. ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് ഇന്ന് തൊടുപുഴയിൽ സ്വീകരണം നൽകും. യാത്രയുടെ പതാക കൈമാറ്റത്തിൽ നിന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ലീഗ് യാത്ര ബഹിഷ്കരിച്ചിരുന്നു. VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, എന്തായാലും ചേരാം, കൂടെ കൂടാം എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു അല്ലെ ലീഗ്? അങ്ങനെ ഒരു അനുനയത്തിലേക്ക് ലീഗ് അനുകൂലികളും എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമസ്തയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും സുപ്രധാനമായ ഒരു യാത്രയാണ് കന്യാകുമാരിയിൽ തുടങ്ങി മംഗലാപുരം വരെ നീളുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സന്ദേശയാത്ര എന്ന് പറയുന്നത്. സമസ്തയുടെ 100ാം വാർഷികവും അവർക്ക് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ യാത്രയുടെ ഭാഗമായി കൊടിമരം പതാക കൈമാറുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിന് പാണക്കാട്ട് നിന്ന് തുടങ്ങാം എന്നുള്ളതായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പതാക കൈമാറും എന്നാണ് നിശ്ചയിച്ചത്. പക്ഷേ അത് പിന്നീട് മാറ്റി അലിക്കുട്ടി മുസ്ലിയാരുടെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെ മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും അബ്ബാസ് അലി ശിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ള പാണക്കാട് കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങളും അതോടൊപ്പം ലീഗ് അനുകൂലികളായ സമസ്തയിലെ നേതാക്കന്മാരും ഈ സന്ദേശയാത്രയുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചത്. കന്യാകുമാരിയിൽ ഇവരാരും എത്തിയിരുന്നില്ല. ഇവരാരും കന്യാകുമാരിയിൽ എത്തിയില്ല എന്ന് മാത്രമല്ല, ഇതുവരെ ഒരിടത്തും ഈ യാത്രയിൽ ലീഗ് അനുകൂലികൾ സഹകരിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഇവരെ കൂടി സഹകരിപ്പിക്കാനുള്ള നീക്കം, അനുനയ നീക്കം ഒരു ഭാഗത്തുനിന്ന് നടക്കുന്നതിനാൽ ഇനിയിപ്പോൾ മലബാറിലേക്ക് യാത്ര പ്രവേശിക്കുമ്പോൾ ലീഗ് അനുകൂലികളെ കൂടി സഹകരിപ്പിക്കണം എന്നുള്ളതാണ് സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി നാസർ ഫൈസി കൂടത്തായിയെ ഈ യാത്രയുടെ അസിസ്റ്റന്റ് കോർഡിനേറ്ററായും നിയമിക്കാൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ മലയമ്മ ഫൈസിയെ നിയമിക്കാൻ ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇവരെ കൂടി സഹകരിപ്പിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ വേദിയിൽ എത്തിച്ച് ഒരു അനുനയത്തിനാണ് നിലവിൽ സമസ്ത ശ്രമിക്കുന്നത്. ആദ്യമേ ഒരു തിരുത്ത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. സമസ്ത എവിടെയും ആരുടെയും മുന്നിൽ പോയിട്ട് അയ്യോ നിങ്ങളൊന്ന് വന്ന് സ്റ്റേജിലൊന്ന് കയറി ഇരുന്ന് തരണം എന്ന് പിടിച്ച് കാല് പിടിക്കേണ്ട ഗതികേട് എന്തായാലും സമസ്തക്കില്ല. സമസ്ത ഒരു അനുനയത്തിനും ശ്രമിച്ചിട്ടുമില്ല. പിന്നെ കന്യാകുമാരിയിൽ തുടങ്ങി തിരുവനന്തപുരത്തും കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും കൊല്ലത്തും കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോ ആ യാത്ര കേരളത്തിന്റെ ഉമ്മത്ത് ഏറ്റെടുക്കുന്നത് എന്ന് കാണുമ്പോ പലരും ക്യൂ നിൽക്കുന്നുണ്ട്. ആ യാത്രയുടെ ഭാഗമാകണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. പലരും പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചവർ ആ കുത്ത് സമസ്തയ്ക്ക് ഏൽക്കില്ലെന്ന് കണ്ടപ്പോ അതിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള ശ്രമത്തില. അത്രയേ ഉള്ളൂ. ഇതിനെ അങ്ങനെയേ കാണാനാകൂ. അതല്ലാതെ ഞാന് ഈ കാര്യത്തിൽ പാണക്കാട് തമ്മങ്ങന്മാരുടെ കാര്യത്തിൽ ഒന്നും പറയാൻ ഞാൻ ആളല്ല. അത് ഞാൻ പറയുന്നുമില്ല. അവരുടെ പേരോ അവരെ കുറിച്ചോ ഇതിൽ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ചില ആളുകളുണ്ട്, അവര് സമസ്തയുടെ ഉപ്പും ചോറും തിന്ന് വലുതായവർ മാത്രമാണ്. അവര് കരുതിയത് അവരങ്ങോട്ട് വിട്ടു നിന്നാല് സമത് പൂക്കോട്ടവരിനെ പോലെ നാസർ ഫൈസിയെ പോലെ ചില ആളുകള് അവര് കരുതി അവരങ്ങോട്ട് വിട്ടു നിന്നാൽ ഈ പ്രസ്ഥാനം മാവിയായി പോകുമെന്ന് കരുതി. നിങ്ങൾക്ക് തെറ്റി. എനിക്കും തെറ്റിയിട്ടുണ്ട് ഇതുപോലെ ഒരു തവണ. ഞാന് വർഷങ്ങൾക്ക് മുമ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചധികം കാലമായിട്ടുണ്ട്. ഒരു യാത്രയിലാ, കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള യാത്ര. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി. എവിടേക്കാ? വയനാട്ടിലേക്കാണ്. ആ ബസ് കയറി ഞാൻ ബസ് എടുക്കുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ബസ്സിലെത്തി സീറ്റിലിരുന്ന് ഞാൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രൈവർ വന്നു, കണ്ടക്ടർ വന്നു. ബസ് എടുക്കാൻ സമയമായപ്പോ ആ വാഹനത്തിലേക്ക് ഒരാൾ പാഞ്ഞു വന്ന് കയറി. എന്തോ എവിടെയോ എങ്ങനെയോ ഒരു നിമിത്തം എന്തോ ഒന്നുപോലെ എന്റെ അടുത്ത സീറ്റിൽ വന്നിരുന്നത് ഒരു വ്യക്തിയാണ്. പേര് ഞാൻ പറയുന്നില്ല. ആ വ്യക്തി ഇപ്പോ നിങ്ങൾ കേട്ട ആ ക്ലിപ്പിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല. ആ വ്യക്തി വന്നിരുന്നു. ആ വ്യക്തിക്ക് ഇറങ്ങേണ്ടിയിരുന്നത് താമരശ്ശേരിയിലാണ്. ഞാൻ വയനാട്ടിലേക്കുമാണ്. താമരശ്ശേരിയിലേക്ക് ഇറങ്ങാൻ അങ്ങനെ വ്യക്തി വന്നിരുന്നു. ഞാൻ സലാം പറഞ്ഞു.
രണ്ട് വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അത് കഴിഞ്ഞ് കണ്ടക്ടർ വന്നു. കണ്ടക്ടർ വന്നപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നേരത്ത് അദ്ദേഹം പൈസ വെച്ച് നീട്ടി കണ്ടക്ടർക്ക്. ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ കാശ് കൊടുത്തു, ടിക്കറ്റ് കൊടുത്തു. ഞാനിപ്പോ ടിക്കറ്റ് കൊടുത്തതിനെ പറ്റിയല്ല പറയുന്നത്. അന്ന് ആ വ്യക്തിയെ എനിക്ക് എങ്ങനെ പരിചയം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അത് സമസ്തയുടെ വേദികളിൽ നിന്നാണ്. ഞാൻ ആ വ്യക്തിയെ കണ്ടതും ഞാൻ കേട്ടതും സമസ്തയുടെ വേദികളിൽ വെച്ചായിരുന്നു. പലതവണ മുതലക്കുളത്ത് വെച്ച് നടത്തിയ പല പരിപാടികളിൽ ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. സമസ്തയുടെ സ്റ്റേജിൽ വെച്ച് സമസ്തയുടെ ശബ്ദമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന ആളുകൾ ഇങ്ങനെ മാറി നിന്ന് സമസ്തയെ പിന്നിൽ നിന്ന് കുത്തുന്ന ഏർപ്പാടൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോ ഒരു സമസ്തക്കാരൻ എന്ന രീതിയിൽ ഈ വ്യക്തിയെ കണ്ടപ്പോ ആ വ്യക്തിയുടെ ടിക്കറ്റ്, അവിടെ വരെയുള്ള ടിക്കറ്റ്, അത് വലിയ ആന പോലത്തെ ഒരു സംഖ്യ ഒന്നുമല്ല, ചെറിയ തുച്ഛമായ പൈസയാണ്. എന്നാലും സമസ്തയോടുള്ള ഇഷ്ടം കാരണം, സമസ്തയുടെ ശബ്ദമായതുകൊണ്ട്, സമസ്തയെ വേദികളിൽ നിരന്തരം കാണുന്ന വ്യക്തിയായതുകൊണ്ട്, സമസ്തയോടുള്ള ഇഷ്ടവും സമസ്തയോടുള്ള ബഹുമാനവും കാരണം ഞാൻ ആ വ്യക്തിയുടെ ടിക്കറ്റ് എടുത്തു കൊടുത്തു. അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോ ആ വ്യക്തി ഇന്ന് സമസ്തയെ പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിക്കുന്നു എന്നറിയുമ്പോ വല്ലാത്തൊരു വേദന രണ്ട് കാര്യത്തില. ഒന്ന്, ആ വ്യക്തി ആയത് അത് സമസ്ത ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പലപ്പോഴും പലയിടങ്ങളിലും കാണുന്നുണ്ട്. മലപ്പുറത്തിന്റെ പല പീടികക്കോലായില്, പീടികയുടെ വരാന്തകളില് പലരും നിന്ന് പ്രസംഗിക്കുന്ന കാണുന്നുണ്ട്. ആ വ്യക്തിയെ കാണുമ്പോഴൊക്കെ വല്ലാത്തൊരു ദുഃഖം, അങ്ങനെ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ദുഃഖ. എന്താ കാര്യം? സമസ്തയുടെ വേദികളിൽ 10,000 തക്ബീർ ധ്വനികൾ മുഴക്കിയ, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് 10,000 തക്ബീർ ധ്വനികൾ മുഴക്കിയ വ്യക്തിയാണ്. ആ വ്യക്തി സമസ്തയുടെ വേദികൾ ഇല്ലാതായപ്പോൾ മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡികക്കോലായിൽ നിന്ന് വർത്താനം പറയേണ്ട ഒരു ഗതികേട് ആ വ്യക്തിക്ക് ഉണ്ടായി. അതുപോലെ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ വ്യക്തിയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരായി മാറിയത് സമത് പൂക്കോട്ടവരാണെങ്കിലും ശരി, അതല്ല നാസർ ഫൈസി കൂടത്തായി ആണെങ്കിലും ശരി, ഇനി ഓണംപള്ളി ഫൈസി ആണെങ്കിലും ശരി, മലയമ്മ ഫൈസി ആണെങ്കിലും ശരി, ആരൊക്കെയാണെങ്കിലും ശരി, നിങ്ങളെയൊക്കെ നിങ്ങളാക്കി മാറ്റിയത് അത് സമസ്തയാണെന്ന് ഇവര് തിരിച്ചറിഞ്ഞില്ല. പക്ഷേ കന്യാകുമാരിയിലെ സദസ്സ് കണ്ടപ്പോ, തിരുവനന്തപുരത്തെ സദസ്സ് കണ്ടപ്പോ, ആലപ്പുഴയിലും കോട്ടയത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ജനം ഒഴുകി എത്തുന്നത് കണ്ടപ്പോ, തങ്ങളെ സ്വീകരിക്കാൻ ജനം ആവേശം കൂട്ടുന്നത് കണ്ടപ്പോ പലരും മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലത് തന്നെ, ഈ കപ്പലിലേക്ക് കയറാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കപ്പലിലേക്ക് കയറാൻ ഇനിയും അവസരമുണ്ട്. പക്ഷേ ഈ കപ്പല് കര വിട്ടു പോയി കഴിഞ്ഞ് ആഴക്കടലിലേക്ക് എത്തിയിട്ട് പിന്നെ ആ കപ്പലിൽ കയറാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സാധ്യമാകില്ല. എന്താണെങ്കിലും പലരും വന്ന് കയറാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങള് ഇന്നലെ നിരന്തരമായിട്ട് സമസ്തയുടെ ജിഫ്രി തങ്ങളുടെ സയ്യിദുൽ ഉലമയുടെ ആ പേര് പറയുമ്പോ വല്ലാത്തൊരു വൈകാരികതയാ. ആ പേര് പറയുമ്പോ നെഞ്ചിങ്ങനെ പിടക്കും, വല്ലാത്തൊരു വൈകാരികതയാ. കാരണം തങ്ങള് നിന്ന ഒരു നിപ്പുണ്ട്, കണ്ണു നിന്ന് അങ്ങോട്ട് മായുന്നില്ല, മനസ്സിൽ നിന്ന് ആ ചിത്രം അങ്ങ് എടുത്ത് മാറ്റാൻ കഴിയുന്നില്ല. ഓരോ നിമിഷത്തിലും ആ ചിത്രം കണ്ണിലിങ്ങനെ വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വരക്കൽ മക്കാമിൽ പോയിട്ട് ശംസുൽ ഉലമയുടെ മുന്നില്, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മുന്നില്, വാഴക്കാട് മക്കാമിലെ കണ്ണിയത്ത് ഉസ്താദിന്റെ മുന്നില്, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന ചെറുശ്ശേരി ഉസ്താദിന്റെ മുന്നില്, അതുപോലെ മമ്പുറത്തെ മക്കാമില്, ജിഫ്രി മക്കാമില്, പാണക്കാട്ട് മക്കാമില് PMS പൂക്കോയ തങ്ങളും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും പുന്നാര ആറ്റപ്പൂ പ്രഖ്യാപിച്ചതാണ് ഈ 100ാം വാർഷികം. ആ ആറ്റപ്പൂന്റെ മുന്നിൽ പോയി നിന്നിട്ട് തങ്ങള് വല്ലാത്തൊരു നിപ്പ് നിന്നിട്ടുണ്ട്.
തങ്ങള് പലതും പറഞ്ഞിട്ടുണ്ട്, തങ്ങള് പലതും പറയാതെ പറഞ്ഞിട്ടുണ്ട്. ആ നിപ്പ് കണ്ടപ്പോ പൊട്ടിയതാണ് ചങ്ക്. കൂടെ നിന്ന് കുത്താൻ, ഉപ്പും ചോറും കൊടുത്ത് വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തെ കുത്താൻ പലരും ശ്രമിക്കുന്നത് കാണുമ്പോ വല്ലാത്ത സങ്കടമുണ്ട് നെഞ്ചിനകത്ത്. മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചത് തങ്ങളെയാണ്, സയ്യിദുൽ ഉലമയെയാണ്, ജിഫ്രി തങ്ങളെയാണ്, അതിലൊക്കെ ഉപരി ബഹുമാനപ്പെട്ട സമസ്തയെയാണ്. അവസരം ഒന്നുകൂടി ബാക്കിയുണ്ട്. സക്കറാത്തുൽ മൗത്തിന് മുമ്പ് തൗബ ചെയ്യണമെന്നാണല്ലോ. സക്കറാത്തുൽ മൗത്തിലേക്ക് എത്തിയിട്ടില്ല, സമയം കുറച്ചുകൂടി ബാക്കിയുണ്ട്. ഈ കപ്പലിലേക്ക് കയറാം. ഈ കപ്പലിന്റെ കപ്പിത്താൻ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. ഈ കപ്പലിന്റെ കപ്പിത്താൻ. ആ കപ്പിത്താന്റെ കപ്പലിലേക്ക് കാലെടുത്ത് വെക്കാൻ അള്ളാന്റെ തൗഫീഖ് ഉണ്ടാവണം മക്കളെ, അള്ളാന്റെ തൗഫീഖ് ഉണ്ടാകണം. ആ തൗഫീഖ് ഉള്ളവരെ അതിന് സാധിക്കുള്ളൂ. ആ തൗഫീഖ് ഇല്ലാത്തവന് ബഹിഷ്കരിക്കാനും പിന്നിൽ നിന്ന് കുത്താനും ശ്രമിക്കും. ശ്രമിച്ചോളി, എത്ര വേണമെങ്കിലും ശ്രമിച്ചോളി. നിങ്ങൾ കണ്ടതാ കന്യാകുമാരിയുടെ മണ്ണില്, തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും കോട്ടയിലും അവസാനം ആലപ്പുഴയിലും. ഇന്നതിന്റെ ബാക്കി നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ ഒന്നുകൂടി പ്രൗഢോജ്ജലമായിക്കൊണ്ട് ഒരു പടി കൂടി ആവേശം കുമിഞ്ഞു കൂടിക്കൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. മലബാറിലേക്ക് എത്തുമ്പോ വേണ്ടവർക്ക് ആ കപ്പലിനൊപ്പം കപ്പലിൽ കയറി യാത്ര ചെയ്യാം. ഞങ്ങൾ ആരെയും പരിഹസിക്കൂല. നിങ്ങള് അവിടെ വന്ന് നിൽക്കുമ്പോ നിങ്ങളെ പരിഹസിക്കുവാനോ നിങ്ങളെ അധിക്ഷേപിക്കുവാനോ ഒന്നും ഞങ്ങൾ ഉണ്ടാവില്ല. തൗഫീഖ് അപ്പോഴാണ് നിങ്ങൾക്കുണ്ടായത് എന്ന് ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കും. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇത് സയ്യിദുൽ ഉലമയുടെ കരം പിടിച്ചുകൊണ്ട്, സയ്യിദുൽ ഉലമയുടെ വിരൽ തുമ്പിൽ ചേർന്ന് അങ്ങനെ നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു തൗഫീഖാണോ? ആ തൗഫീഖ് പടച്ച തമ്പുരാൻ എല്ലാവർക്കും നൽകിക്കൊള്ളണമെന്നില്ല. അത്രേ ഇതിന് പറയാനുള്ളൂ. നിങ്ങൾ പിന്നിൽ നിന്ന് കുത്തണം. കാരണം സമസ്തയുടെ മക്കൾക്ക് അതൊരു ഊർജമാണ്, അതൊരു ആവേശമാണ്, ഞങ്ങളുടെ ഇന്ധനമാണ്. പിന്നിൽ നിന്ന് കുത്താൻ നിങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ കൂടെ ഈ കപ്പലിൽ കാല് വെക്കാൻ നിങ്ങൾക്കും തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. അത്രേ പറയുന്നുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കന്യാകുമാരിയില് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ടിക്കറ്റും താമസ സൗകര്യവും അടക്കം സമസ്തയുടെ പണം കൊണ്ട് സംവിധാനിച്ചതാണ്. അതിനെ ആ പണത്തെ വെറുതെ ആക്കിക്കൊണ്ട്, ആ പണത്തെ പുറങ്കാല് കണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ടാണ് പലരും വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ പറയാൻ. ഇത് തൗബ ചെയ്ത് മടങ്ങാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ ഇതിനെ കണ്ടോ? പ്രത്യേകിച്ച് ഇതിന്റെ ഒരു മർമ്മപ്രധാനമായ ഒരു കാര്യമുണ്ട്. കാരണം വലിയ ആശങ്കയുണ്ടായിരുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായിരുന്നു. കാരണം തങ്ങള് കന്യാകുമാരിന്ന് ഇങ്ങ് മംഗലാപുരം വരെ പോകുമ്പോ ഈ തെക്കൻ ജില്ലകളിൽ എങ്ങനെയായിരിക്കും ഇതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ളത്. പക്ഷേ ആ ആശങ്കകളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കന്യാകുമാരിയിലും തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടയത്തും പത്തനംതിട്ടയിലും അത് കഴിഞ്ഞ് ഇന്നലെ ആലപ്പുഴയിലും ഒക്കെ വലിയ ജനസാഗരം തങ്ങളെ സ്വീകരിക്കാൻ ഉണ്ടായി എന്നുള്ളതാണ്. പത്തനംതിട്ടയിലെ കാര്യം നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയേ. പത്തനംതിട്ടയിലെ ഒരു പോയിന്റ്, ഈ സ്വീകരണം അങ്ങനെ ഒരു സംവിധാനം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള പലരുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു സ്വീകരണം ഒരുക്കിയത്. അതാണെങ്കിലോ വലിയ വിജയം, വൻ വിജയം. അപ്പൊ ഇതൊക്കെ കാണുമ്പോ
പിന്നിൽ നിന്ന് കുത്താനും വീഡിയോകൾ ഉണ്ടാക്കുന്നവർക്കും ഇതൊരു താക്കീതാണെന്നുള്ളത് മനസ്സിലാക്കിക്കോ. വീഡിയോ ഉണ്ടാക്കാൻ അറിയുന്ന ആൺകുട്ടികൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് നിങ്ങൾ കരുതരുത്. അത് ഞങ്ങളുടെ സംസ്കാരമല്ല. തങ്ങളത് പഠിപ്പിച്ചിട്ടില്ല. പരിഹാസത്തിന്റെ ഒരു രീതി അത് തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അത് വേണ്ട മക്കളെ എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. തങ്ങൾ പറയുമ്പോ പിന്നെ ഞങ്ങൾ അതിന് ഇറങ്ങുന്നില്ല എന്നേ ഉള്ളൂ. അതല്ലാതെ ഉണ്ടാക്കാനാണെങ്കിൽ നല്ല വെടിപ്പായിട്ട് ആ പണി ചെയ്യാൻ അറിയാവുന്ന കുട്ടികള് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോ അതേ പറയാനുള്ളൂ. മലബാറിലേക്ക് എത്താൻ പോവുകയാണ്. ഇന്നിപ്പോ എറണാകുളം ജില്ലയിലാണ്. ഇടുക്കിയിലുണ്ട്, എറണാകുളത്തുണ്ട്. ഓക്കെ, അപ്പോ ഈ പറയുന്ന മലബാറിലേക്ക് വരും ദിവസങ്ങളിൽ ഈ യാത്ര വന്നു ചേരാൻ പോവുകയാണ്. കൂടേണ്ടവർക്ക് കൂടാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൂടേണ്ടവർക്ക് കൂടാം. കാരണം തങ്ങളിൽ സയ്യിദുൽ ഉലമ തങ്ങളുപ്പാപ്പ ജിഫ്രി തങ്ങള് അതിന്റെ മുൻപന്തിയിലുണ്ട്. ജനം കൂടും, ഉമ്മത്ത് വരും. ഈ ഉമ്മത്തിന് അത്രയേറെ ഇഷ്ടമാണ്, അത്രയേറെ സ്നേഹമാണ്, അവർക്ക് അത്രയേറെ ആദരവാണ് തങ്ങളോടും സമസ്തയോടും. ആ സമസ്തയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് തങ്ങളാണെന്നുള്ളത് ഉമ്മത്തിന് നല്ല ബോധ്യമുണ്ട് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അത്രേ പറയാനുള്ളൂ. പിന്നെ നമ്മളെ കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികളെ കാര്യം അവരോട് പറയാനുള്ളത്, തങ്ങള് ഈ യാത്ര തുടങ്ങിയത് നിങ്ങളുടെ ബഹുമാനപ്പെട്ട പിതാക്കന്മാരുടെ ചാരത്ത് നിന്നാണ് എന്നുള്ളത് ആ മക്കളൊന്ന് മനസ്സിലാക്കുക. ആ മക്കള് അത് മനസ്സിലാക്കുക. അത്രമാത്രം മതി. നിങ്ങളുടെ പിതാക്കന്മാരുടെ ചാരത്ത് നിന്നാണ് ജിഫ്രി തങ്ങൾ ഈ യാത്രക്ക് തുടക്കം കുറിച്ചത് എന്നുള്ള കാര്യം ജിഫ്രി തങ്ങൾ വരക്കൽ മക്കാമ് പോയപ്പോ, കണ്ണീത്ത് ഉസ്താദിന്റെ അടുത്ത് പോയപ്പോ, മമ്പുറത്ത് പോയപ്പോ, ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത് പോയപ്പോ, ജിഫ്രി മക്കാമില് പോയപ്പോ, ജിഫ്രി തങ്ങള് പാണക്കാട്ട് മക്കാമ് ഒഴിവാക്കിയിട്ടില്ല. പാണക്കാട്ട് മക്കാമ് പോയിട്ടുണ്ട്. PMS പൂക്കോയ തങ്ങളുണ്ട് അവിടെ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുണ്ട്. സയ്യിദ് ഓമർ അലി ശിഹാബ് തങ്ങളുണ്ട്. അവിടെ പോയി നിന്നിട്ട് തങ്ങള് പറഞ്ഞ കാര്യങ്ങള് ഇത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഇനി ചിലപ്പോ നിങ്ങൾക്ക് തലയണ മന്ത്രങ്ങൾ ഓതി തരുന്നവർ അതൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല എന്ന് മാത്രമേ ബഹുമാനപ്പെട്ട മക്കളോട് പറയാനുള്ളൂ.